പുഴുവായി വന്ന പരീക്ഷിത്തിനെ കൊന്ന തക്ഷന്റെ കഥ അറിയാമോ? അർജുനന്റെ പൗത്രനായ പരീക്ഷിത്ത് തന്റെ 36-ാം വയസ്സിൽ ഭാരത ചക്രവർത്തിയായി അധികാരം ഏറ്റെടുത്തു. ഒരിക്കൽ നായാട്ടിനു പോയ പരീക്ഷിത്ത് ക്ഷീണിച്ച് അവശനായി അവിടെ കണ്ട ഒരു ആശ്രമത്തിലേക്ക് കയറി ചെന്നു. സമീക മഹർഷിയുടെ ആശ്രമമായിരുന്നു അത്. ആശ്രമ പരിസരത്ത് തന്നെ മഹർഷി ധ്യാനത്തിലായിരുന്നു. രാജാവ് മഹർഷിയോട് കുടിക്കുവാനായി ജലം ചോദിച്ചു. പക്ഷേ ധ്യാനത്തിൽ മുഴുകിയ മഹർഷി ഇതൊന്നും കേട്ടില്ല. രാജാവ് ഒരുപാട് തവണ മഹർഷിയോട് ജലം ആവശ്യപ്പെട്ടു. ഇതിൽ കോപപ്പെട്ട രാജാവ് മഹർഷിയെ അപമാനിക്കുവാനായി ഒരു ചത്ത പാമ്പിനെ എടുത്ത് മഹർഷിയുടെ കഴുത്തിൽ ഇട്ടു. എന്നിട്ട് മടങ്ങിപ്പോയി. ഇത് കണ്ടുവന്ന മഹർഷിയുടെ മകൻ ശൃംഗി ശപിച്ചു. ഇത് ചെയ്തത് ആരായാലും തക്ഷകന്റെ കടിയേറ്റ് 7 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന്. ധ്യാനത്തിൽ നിന്നും ഉണർന്ന മഹർഷി നടന്ന കാര്യങ്ങൾ എല്ലാം അറിഞ്ഞു. മകന്റെ ശാപത്തിൽ അദ്ദേഹത്തിന് മനസ്താപം തോന്നി. ഇക്കാര്യം രാജാവിനെ അറിയിച്ചു. കൊട്ടാരം ഒന്നാകെ സ്തംഭിച്ചു. ദുഃഖിതനായ പരീക്ഷിത്ത് മന്ത്രിമാരുമായി ആലോചിച്ച് രക്ഷയ്ക്കു വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്യുവാനുറച്ചു. ഒരു ഈച്ചയ്ക്ക് പോലും കടക്കുവാൻ കഴിയാത്ത സുരക്ഷിതമായ ഒരു മാളിക പണിയിച്ച് അതിലേക്ക് മാറുവാൻ തീരുമാനിച്ചു. തന്റെ തെറ്റിന്റെ ഫലമാണ് എന്ന് മനസ്സിലാക്കിയ രാജാവ് ഇനി ബാക്കിയുള്ള ദിവസം മുഴുവൻ ഈശ്വരചിന്തയിൽ മാത്രം മുഴുകി കഴിയുവാൻ തീരുമാനിച്ചു. നദീമധ്യത്തിൽ അതിവേഗത്തിൽ പണിത മാളികയിലേക്ക് രാജാവ് താമസം മാറി. രക്ഷയ്ക്കുവേണ്ടി മന്ത്രൌഷധങ്ങളിൽ നിപുണരായ പലരെയും യഥാസ്ഥാനങ്ങളിൽ നിയമിച്ചു. ഈ സമയം കശ്യപ മഹർഷി രാജാവിന് ഇങ്ങനെ ഒരു ശാപം കിട്ടിയതറിഞ്ഞയുടനെ ഇത് ധനസമ്പാദനത്തിന് പറ്റിയ അവസരമാണെന്ന് മനസ്സിലാക്കി പരീക്ഷിത്ത് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. രാജാവ് ബ്രാഹ്മണ ശാപം ഏറ്റിരിക്കുന്ന വിവരം അറിഞ്ഞയുടനെ തക്ഷകനും മനുഷ്യരൂപമെടുത്ത് തക്കവും തരവും നോക്കി അവിടേക്ക് പുറപ്പെട്ടു. ഇടയ്ക്കുവച്ച് തക്ഷകൻ കശ്യപനെ കണ്ടു. വിഷഹാരിയായ കശ്യപൻ അവിടെ വന്നാൽ തന്റെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ തക്ഷകൻ ഒരു വൃദ്ധബ്രാഹ്മണന്റെ വേഷത്തിൽ കശ്യപനെ സമീപിച്ചു. തക്ഷകൻ ചില വശീകരണ വാക്കുകളെല്ലാം പറഞ്ഞ് കശ്യപനെ മയക്കിയെടുത്തു. ഒരു പണക്കിഴിയും കൊടുത്ത് തക്ഷകൻ കശ്യപനെ മടക്കി അയച്ചു. 7-ാം ദിവസം രാവിലെ രാജാവിനെ ദംശിക്കുവാൻ തരം നോക്കി തക്ഷകൻ ഹസ്തിനപുരത്തിലെത്തി. ഒരു മാർഗവും കാണാതെ വന്നപ്പോൾ തക്ഷകൻ തന്റെ നാഗങ്ങളെയെല്ലാം ബ്രാഹ്മണവേഷധാരികളാക്കി പലവിധ കാഴ്ചദ്രവ്യങ്ങളോടുകൂടി രാജഭവനത്തിലേക്ക് പറഞ്ഞയച്ചു. അവർ കൊണ്ടുപോയ പഴങ്ങളിൽ ഒന്നിൽ ഏറ്റവും ചെറുതായ ഒരു പുഴുവായി തക്ഷകൻ ഒളിച്ചിരുന്നു. ബ്രാഹ്മണരെ ദ്വാരപാലകർ തടഞ്ഞു. അവർ കൊണ്ടുവന്ന ഫലമൂലാദികളെ സ്വീകരിച്ചു. അതിൽ നിന്ന് വലുതായ ഒരു ഫലം രാജാവുമെടുത്ത് ഭക്ഷിക്കുവാനായി കീറിനോക്കി. അപ്പോൾ അതിൽ കണ്ണുകൾ രണ്ടും കറുത്തും ഉടൽ അശേഷം ചുവന്നും ഏറ്റവും ചെറുതായ ഒരു പുഴു ഇരിക്കുന്നതുകണ്ട് രാജാവ് അത്ഭുതത്തോടുകൂടി മന്ത്രിമാരോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മന്ത്രിസത്തമരെ, സൂര്യനിതാ അസ്തമിക്കുന്നു. ശാപത്തിന്റെ കാലാവധിയും ഇതാ തീരും. ഇനിയും വിഷത്തെ തെല്ലും ഭയപ്പെടേണ്ടതില്ല. ഈ കീടം എന്നെ കടിച്ചുകൊള്ളട്ടെ. ഇപ്രകാരം പറഞ്ഞ് രാജാവ് മെല്ലെ പുഴുവിനെ എടുത്ത് തന്റെ കഴുത്തിൽ വച്ചു. ഉടൻ തന്നെ പുഴു ഭയങ്കരമായ തക്ഷകനായി രൂപാന്തരപ്പെട്ടു. തക്ഷകൻ ഇതിനകം രാജാവിനെ ദംശിച്ചു കഴിഞ്ഞു. രാജാവ് മരിച്ചു നിലം പതിച്ചു.